ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും 50 വർഷം മുൻപ് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഇവിടെ ട്രസ്റ്റി വിശദീകരിക്കുന്നു. ചെറിയ തർക്കത്തിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഒരു പുതിയ പള്ളി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അതിനാണ് സ്ഥലം മേടിച്ചത്. 74 സ്ഥലം മേടിച്ച് ഇവിടെ ഓല ഷെഡിലായിരുന്നു. അതെല്ലാം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പള്ളിപ്പെരുന്നാളായിരുന്നു. ആ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും യോജിച്ചാണ് അത് നടത്തിയിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഈ പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു തർക്കമുണ്ടായ അനുഭവം എൻ്റെ മനസ്സിലോർമ്മ. അപ്പം അങ്ങനെ തർക്കമില്ലാതെ നമ്മുടെ ഈ പള്ളി പെരുന്നാൾ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം തന്നെ സാഹോദര്യത്തോടുകൂടി നടത്തുന്ന അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള സാഹോദര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ആവശ്യം എന്നുള്ളത് നാം നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മൾ പ്രാർത്ഥനയിലൂടെ നല്ല മനസ്സുള്ളവരായി മാറട്ടെ. നല്ല മനസ്സില്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തർക്കമാണ്. എൻ്റെ അടുത്തൊരു പിതാവ് എന്നോട് കൂടുതൽ അടുപ്പമുള്ള ഒരാൾ പറഞ്ഞു. ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, കുറേ കാലം പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്നതൊക്കെ കിട്ടണം എന്നാണ് പ്രാർത്ഥിച്ചത്. അത് അറിയാതെ പിതാവ് പറയുന്നുണ്ട്, പിതാവിനും അറിയാം. അപ്പോൾ എനിക്ക് ഇന്നതൊക്കെ കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് കുറേ കഴിയുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ പ്രാർത്ഥന ഒന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ അയൽവക്കക്കാരന് കിട്ടരുത്. ദൈവമേ, എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ അയൽവക്കക്കാരന് കിട്ടരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ ഗുണമുണ്ട്. അങ്ങനെ ആയിരിക്കരുത് പ്രാർത്ഥന. എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ അയൽവക്കക്കാരന് കിട്ടണം എന്നുള്ള ഒരു നന്മ നിറഞ്ഞ മനസ്സാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ആ നന്മ നിറഞ്ഞ മനസ്സുണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ പള്ളിയുടെ 50 വർഷക്കാലത്ത് പ്രവർത്തനം കൊണ്ട് സാധ്യതപ്രായമായിട്ടുണ്ട്. ഇനിയും 50-ാം വാർഷികം അവസാനിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഇനി നമ്മുടെ കടമ മറന്നു പോവുകയില്ല. കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ കടമകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കഴിയാവുന്നത്ര നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുക എന്നുള്ള കടമ നിങ്ങൾ നിർവഹിക്കണം എന്ന് സാന്ദർഭികമായിട്ട് കൂടുതൽ അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലിത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 50 വർഷം എന്ന് പറയുന്നത് 18,000-ൽ പരം ദിവസങ്ങളാണ്. അതിൽ നേട്ടങ്ങളുണ്ട്, ചരിതാർത്ഥ്യത നിറയുന്ന അനേകം സംഭവങ്ങളുണ്ട്, മുറിവേറ്റ അനുഭവങ്ങളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട അവസരങ്ങളുണ്ട്, കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട്, വിശ്വാസതീഷ്ണതയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത അവസരങ്ങളുണ്ട്. എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ദൗത്യത്തോടെ, നല്ല ദർശനത്തോടെ, ദിശാബോധത്തോടെ, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ തുടർന്നും ചേലക്കരയുടെ മണ്ണിൽ നിലകൊള്ളുവാനായിട്ടുള്ള വലിയ ദൗത്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ട്രസ്റ്റി PV ഷാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ, ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ, 21-ാം വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ, വിൽസൺ മേക്കാട്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 75 വയസ്സ് കഴിഞ്ഞവരെയും 30 വർഷം കഴിഞ്ഞ ദമ്പതിമാരെയും ചടങ്ങിൽ ആദരിച്ചു.
വിളിക്കുന്ന ആളുകൾ മുന്നോട്ട് കടന്നു വരണം കേട്ടോ. വേഗം വേഗം വരുമ്പോൾ കുഞ്ഞാമ, ചുങ്കത്ത് അമ്മണി ചേർപ്പൻ. അടുത്തത് സെന്റ് ബേസിൽ യൂണിറ്റിലെയാണ്. സെന്റ് ബേസിൽ യൂണിറ്റിലെ ആബ്സെന്റ് ആണ്. ചീരൻ ലില്ലി വർഗീസ്. കാരക്കാട്ട് മറിയം വർക്കി തോമസ് യൂണിറ്റിൽ നിന്നാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.